മകന് നക്ഷത്ര ഹോട്ടൽ മേടിക്കുവാൻ ആഗ്രഹമുണ്ടെന്ന് ക്യാപ്റ്റൻ പറഞ്ഞു. അടുത്ത ബോംബുമായി സ്വപ്ന സുരേഷ്. ലൈഫ് മിഷൻ പദ്ധതി കേസുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിച്ചു, കമ്മീഷൻ മേടിച്ചു എന്ന കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരണിന് 2023 ഫെബ്രുവരി 24 ED സമൻസ് അയച്ചു എന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ഞെട്ടിക്കുന്ന മറ്റൊരു വിവരവുമായി ഇതാ സ്വപ്ന സുരേഷ് രംഗത്ത്. തീവട്ടി മകനെയും മകളെയും ED ഒന്ന് നല്ലതുപോലെ ചോദ്യം ചെയ്താൽ മണിമണി പോലെ ഇവർ കാര്യങ്ങൾ തുറന്നു പറയുമെന്ന് സ്വപ്ന ഫേസ്ബുക്കിൽ കുറിക്കുന്നു. അത് അച്ഛന് നല്ലപോലെ അറിയാമെന്നും അതുകൊണ്ടാണ് രണ്ടുപേരെയും വിട്ടുകൊടുക്കാത്തതെന്നും സ്വപ്ന ആരോപിക്കുന്നു. ED അത് നടപ്പാക്കണമെങ്കിൽ അച്ഛൻ്റെ സിംഹാസനം തെറിക്കണമെന്നും സ്വപ്ന പറയുന്നു. ഇത് കേട്ടപ്പോൾ എനിക്ക് പഴയൊരു സംഭവം ഓർമ്മ വരുന്നു. 2018 ഞാനും പഴയ ബോസായ UAE കോൺസൽ ജനറലുമായി ക്യാപ്റ്റനെ കാണാൻ പോയി. ക്യാപ്റ്റൻ എന്ന് സ്വപ്ന വിശേഷിപ്പിക്കുന്നത് പിണറായി വിജയനെയാണ് കേട്ടോ. ക്യാപ്റ്റന്റെ ഔദ്യോഗിക വസതിയിലായിരുന്നത്രേ കൂടിക്കാഴ്ച. അവിടെ വെച്ച് ക്യാപ്റ്റനായ അച്ഛൻ തൻ്റെ മകനെ കോൺസൽ ജനറലിനെ പരിചയപ്പെടുത്തി. എന്നിട്ട് പറയുകയാണ്, മകൻ UAE ഒരു ബാങ്കിലാണ് ജോലി ചെയ്യുന്നതെന്നും അവന് UAE ഒരു പഞ്ചനക്ഷത്ര ഹോട്ടൽ വിലയ്ക്ക് മേടിക്കുവാൻ ആഗ്രഹമുണ്ടെന്നും അതിനു വേണ്ടുന്ന സഹായം ചെയ്തു കൊടുക്കണമെന്നും കോൺസൽ ജനറലിനോട് ക്യാപ്റ്റൻ ആവശ്യപ്പെട്ടു എന്ന് സ്വപ്ന ഫേസ്ബുക്കിൽ കുറിക്കുന്നു. അച്ഛൻ്റെ പദവി ദുരുപയോഗം ചെയ്ത് അച്ഛനും അമ്മയും സഹോദരിയും ഉണ്ടാക്കുന്ന കള്ളപ്പണം ഉണ്ടെങ്കിൽ നക്ഷത്ര ഹോട്ടൽ വിലയ്ക്ക് വാങ്ങാമെന്നും സ്വപ്ന പറയുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ സത്യങ്ങൾ പുറത്തുവരും, നമുക്ക് കാത്തിരിക്കാമെന്ന് പറയുന്ന സ്വപ്ന സ്വാമിയെ ശരണമയ്യപ്പ എന്നും പറഞ്ഞാണ് ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. CMRL എക്സാലോജിക്ക് കോഴക്കേസിൽ SFIO ചാർജ് ഷീറ്റ് കൊടുത്ത കേസിലെ പ്രതിയാണ് പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ. ഒരു ഷെൽ കമ്പനി ഉണ്ടാക്കി 1,71,00,000 രൂപ എന്തിന് കൈപ്പറ്റി എന്ന് ഇപ്പോഴും അവർക്ക് മറുപടിയില്ല. ഇവരെ SFIO ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതും അതീവ രഹസ്യമായാണ്. അതുപോലെ പിണറായി വിജയന്റെ മകനെ ED സമൻസ് കൊടുത്ത് വിളിപ്പിച്ചതും തുടർ നടപടികളുമെല്ലാം പരമ രഹസ്യമായാണ്. BJP നേതൃത്വം എന്തുകൊണ്ടാണ് ഈ തിരുട്ടു കുടുംബത്തോട് ഇത്രയും കരുണയും സ്നേഹവും ബഹുമാനവും ഒക്കെ കാണിക്കുന്നതെന്ന് രാജീവ് ചന്ദ്രശേഖറെങ്കിലും ഈ കേരളത്തിലെ ജനങ്ങളോട് തുറന്നു പറയണം. പിണറായിയും രാജീവ് ചന്ദ്രശേഖറും രണ്ടുപേരുടെ ആവശ്യം കേരളത്തിലെ BJP നയിക്കാൻ ആവശ്യമുണ്ടോ എന്ന് നിങ്ങൾ വ്യക്തമാക്കണം. അതുപോലെ കേക്കച്ചനും പിണറായിയുടെ മകനെ ED സമൻസ് കൊടുത്തു വിളിപ്പിച്ച വിഷയത്തിൽ എന്തെങ്കിലും പറയുവാനുള്ള ശേഷിയുണ്ടോ എന്നും ഇവിടുത്തെ ജനങ്ങൾ നോക്കിയിരിക്കുകയാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.